അടിപൊളി. തെറ്റൊക്കെ ചോറയിച്ചാണ്ടല്ലോ മക്കളെ. എന്താ ടേസ്റ്റ് ഇവിടൊക്കെ. നമുക്ക് ചോറുന്നു ഈ തിളക്കണ മീൻ ഇങ്ങനെ തിന്നണം. ഹലോ അസ്സലാമലൈക്കും. അപ്പം മക്കളെ എവിടെയാണ് എല്ലാവരും? അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യം തന്നെ കാണുമ്പോൾ നിങ്ങൾ ആ ലൈക്കൊന്ന് അമർത്തിട്ടോ. നിങ്ങളെ ലൈക്ക് നമുക്ക് ഓരോ വിലപ്പെട്ടതാണ്. അപ്പം നിങ്ങളെല്ലാവരും ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളി. അപ്പം ഇന്ന് നമ്മൾ വ്ളോഗൊക്കെ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്, നമ്മൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മീൻ പീര ഉണ്ടാക്കുമല്ലോ, മീൻ മത്തി കേട്ടോ, നല്ല നെയ് മത്തി കേട്ടോ, നല്ല അടിപൊളി മത്തിയാണ്. അപ്പം അത് എന്താ മീൻ പീര വെക്കുക കേട്ടോ. അപ്പോൾ ഇതാക്കണ തേങ്ങ ഞാൻ ചിരകിയപ്പോൾ കഷ്ണമായിട്ടാണ് പോന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ അടക്കടക്കട്ടെ എഴുതി. അപ്പോൾ ഇതാക്കണ തേങ്ങ എടുത്തുക്കണ കുരുമുളക്, പച്ചമുളക്, അതേമാതിരി കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു ഇഞ്ചി കഷ്ണം, ചുവന്നുള്ളിയും അതേമാതിരി വെളുത്തുള്ളി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് കുടംപുളിയാണ്. പുളിയാണെന്ന് വെച്ചാൽ പുളി കുടംപുളിയാണ്. അപ്പോൾ ഇതാക്കണ കുടംപുളിൻ്റെ വെള്ളാട്ടോ അത്. അപ്പോൾ അതും ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മുളക് പൊടി ഉപ്പ് കേട്ടോ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്കിത് ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ഒന്നും കറക്കിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെന്തായാലും ലൈക്കുമ്മി ഒന്ന് അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ. നമ്മളാദ്യം കാണുന്ന കൂട്ടുകാരൊന്നും ഇപ്പം നമ്മളെ വീഡിയോ കാണില്ല തോന്നുന്നുണ്ട്. ഇനി ഓല മുന്നിൽ എത്തായിട്ടാണെന്ന് അറിയൂല. ഇപ്പം 2 ദിവസമായിട്ടുള്ള വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് കണ്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പൊന്നാര മക്കളെ, ക്യാമറക്ക് എന്താണെന്നാവോ ചിലപ്പോൾ ഒരു പവർ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്നാവോ ചാടിയങ്ങാണ്ട് സൈഡൊന്നും ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിയിരിക്കണം. ഇനിയിപ്പോൾ അതാണാവോ. എന്തായാലും ഒന്ന് കാണിച്ച് കൊടുക്കണം അപ്പം ഇനി, പിന്നെ മൊബൈൽ കടയിൽ കൊണ്ടുപോയിങ്ങാണ്ട്. അപ്പോൾ ഏതായാലും ഞാനിതാക്കണേ, അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ അതാക്കണ ഉപ്പാണ് കേട്ടോ. അപ്പോൾ കല്ലുപ്പായതുകൊണ്ട് തന്നെ അതിലിട്ടൊന്നങ്ങോട്ട് കറക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതാക്കണ ഈ പുളി ഇതൊന്നും ഇങ്ങോട്ട് കുറച്ച് അതിലേക്ക് പാർന്ന് കൊടുക്കുക, കുറച്ച് മതി. ഇടയ്ക്കൊരു മങ്ങലാണ് കേട്ടോ ഫോണിന്. അപ്പോൾ ഏതായാലും നമുക്കിതൊന്നും ഇങ്ങോട്ട് കറക്കിയെടുക്കാം. അപ്പോൾ ഇതാക്കണ കേട്ടോ, നല്ലോണം ചതച്ചെടുത്തേക്കണേ. നമുക്കൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ തീക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതാക്കണം കേട്ടോ, ഈ ഇത് തീക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തേങ്ങ ആച്ചേരി കൂടുതലുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ഒന്നും ഇങ്ങോട്ട് ഇതാക്കണം, എന്നാലും ഉള്ളൊരു ഇത് കിട്ടുള്ളൂ. നല്ലോണം ഒന്ന് കൈ വെച്ചുകൊണ്ട് കുഴക്കുക. നമ്മളെ ഈ മീൻ ഇതിലിട്ടുകാണ്ടൊന്ന് കുഴമ്പെടുക്കട്ടോ. ഇനി അപ്പം ഞാൻ കുളിച്ചതിൻ്റെ മുന്നേ നന്നാക്കി വെച്ചതേനി. അപ്പോൾ അതിലിട്ട് നല്ലോണം ഒന്നങ്ങോട്ട് കുഴച്ചു. നമുക്ക് ഈ മിക്സി ഒന്ന് ചുഴറ്റിങ്ങാണ്ട് ഒരു തുള്ളി വെള്ളം പാർന്ന് വെക്കുക. അതിലൊന്നും കടന്നുങ്ങാണ്ട് വേഗാലൊരു വെള്ളം കേട്ടോ, തോനൊന്നും വേണ്ട. അതിലൊന്നും കടന്ന് തിളക്കാലൊരു വെള്ളം. അപ്പം അത് മതി. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം.
തിളക്കുമ്പോഴുള്ളൂ കേട്ടോ അത് കളറൊക്കെ വരുള്ളൂ. അപ്പം ഇനി ഇതൊന്ന് വേകട്ടെ. അപ്പം ഇതാ നല്ലോണം തിളച്ചൊക്കെ വന്നിക്കണം കേട്ടോ. തിളച്ച് വേഗം തുടങ്ങിയിരിക്കണം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ലേശം കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ തിളച്ച് വരുന്ന ഈ ഒരു ഇതിൽ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആവാനാട്ടോ ഇതിങ്ങനെ ആട്ടണ്. ഇളക്കിയാൽ ആകെ ഒടിയല്ലേ കാരം. ഒക്കെ പാകമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. കാണുമ്പോ അടിപൊളി. തെറ്റൊക്കെ ചോറ് കഴിച്ചാണ്ടല്ലോ മക്കളെ, എന്താ ടേസ്റ്റ്. ഇവിടൊക്കെ നമുക്ക് ചോറുന്നു ഈ തിളക്കണ മീൻ അങ്ങനെ തിന്നണം. ചോറ് നമ്മൾ വമ്പി വെച്ചിക്കണം. കളർ മാറിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പരീക്ഷ നാളെ പരീക്ഷ ആയതുകൊണ്ട് മോളോയി പരീക്ഷ ആയിട്ട് പഠിച്ചാൽ വേണ്ടി എടുത്തിട്ടാണ്. സ്കൂളിൽ പോയിട്ടില്ല, പോളുണ്ട് വരെ. ഇത് മതി മക്കളെ, വേറെ എന്തിനാ വേറെ കൂട്ടാൻ. മോളോ അപ്പോൾ ചോറ് കഴിച്ചട്ടെ പൊന്നാര മക്കളെ, പൈസനുണ്ട്. സമയം 2 മണിയായി. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വിശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂട്ടിയാണ് ചോറും നട്ടഞ്ഞ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.